പണ്ടത്തെ കുട്ടികളുടെ വിവാഹ ജീവിതം, പണ്ടത്തെ തലമുറയുടെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞത് ജാതകം, പൊരുത്തം, വിശ്വാസം എന്നതിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. പ്രത്യേകിച്ച് അവർക്ക് ആണിനോ പെണ്ണിനോ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അവന്റെ കല്യാണം നടക്കണമെങ്കിൽ 30 വയസ്സെങ്കിലും ആവും. ഈ ജ്യോത്സ്യനൊക്കെ കല്യാണത്തിനായിട്ട് ഈ അവരുടെ ജാതകങ്ങളൊക്കെ അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് രാഹുവും കേതുവും ശനിയും ചൊവ്വയൊക്കെ എവിടെങ്കിലും പോയി കിടക്കുമായിരിക്കും. അപ്പോഴത്തേനും ജ്യോത്സ്യം പറയും, എടാ രാഘവേ, നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, നിന്നെ മാച്ച് ചെയ്തോണം നോക്കട്ടെ. പിന്നെ ശനിയോടെ പോയി കിടക്കും, എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി കിടക്കുമായിരിക്കും. ഇറങ്ങി വേണം ഇങ്ങോട്ട്. ആ ശനിയെ എടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. എടാ അപ്പോഴാണ്ടേ രാഘവും ശനിയെ കയറി വന്നോളൂ. പിന്നെ ചൊവ്വ വന്നില്ല. എടാ ചൊവ്വ, നീ എവിടെ പോയി കിടക്കുവാടാ? നീ കാരണമല്ലേടാ ഈ ആണും പെണ്ണും കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇതുങ്ങളുടെ കല്യാണം നടക്കുമോ? മര്യാദയ്ക്ക് ഇറങ്ങി വാടാ. പിന്നെ ചൊവ്വയെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ജാതകമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് എല്ലാം റെഡിയാക്കി എടുത്ത് കല്യാണം നടത്തി അതിൻ്റെ കതിനാവടിയും പൊട്ടി കഴിയുമ്പോഴത്തേന് പാപം പിടിച്ച പണ്ടത്തെ തലമുറയിലെ കുഞ്ഞുങ്ങളുടെ ആ കല്യാണപ്രായം ചൊവ്വാദോഷം ഉള്ളതിൻ്റെ ആണേ, വേറെയൊന്നും അല്ല. 30 അല്ല, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30 വയസ്സെങ്കിലും കഴിഞ്ഞിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ആണെങ്കിലോ, പഠന സമയത്ത് തന്നെ 100 സപ്ലി ഉണ്ടെങ്കിലും അവരുടെ സേവ് ദ ഡേറ്റ് അവരവരുടെ പേരൻസിനെ അറിയിച്ചിരിക്കും. പേരൻസ് ആണെങ്കിലോ ഈ കെണിപ്പട്ടിയിൽ അകപ്പെട്ട അതുണ്ടല്ലോ, കെണിപ്പട്ടിയിൽ ആരാ അകപ്പെടുന്നത്? എലി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവസാനം ആവശ്യമായിട്ട് ദാറ്റ് മീൻസ് നടത്തിത്തരാൻ, അത്രയായിരിക്കും കേട്ടോ. അതങ്ങനെയാണ് പോകുന്നത്. അവിടെ ഒരു ചൊവ്വാദോഷവും ഇല്ല. അവിടെ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അവർ മൈൻഡ് ചെയ്യാറുമില്ല.